നമസ്കാരം. വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ജയിക്കില്ലെന്ന് BJP നേതാവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കുമ്മനം രാജശേഖരൻ. മുരളീധരൻ ജയിക്കുമെന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നതായിരുന്നു കുമ്മനത്തിന്റെ പ്രതികരണം. കെ മുരളീധരൻ ജയിച്ചാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം. ഇതിനാണ് കെ മുരളീധരൻ ജയിക്കില്ലെന്ന് കുമ്മനം പറഞ്ഞത്. ജയിക്കില്ലല്ലോ, ജയിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലല്ലോ എന്നായിരുന്നു കുമ്മനത്തിന്റെ പ്രതികരണം. ഇക്കുറി തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരൻ MLA ആയി ജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തായിരുന്നു കുമ്മനം രാജശേഖരൻ. വടകര ലോക്സഭാ സീറ്റിൽ മുരളീധരൻ മത്സരിക്കുന്നത് CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ P ജയരാജനെതിരെയാണ്. തെരഞ്ഞെടുപ്പിൽ 2 വട്ടം രണ്ടാമതെത്തിയ തനിക്കിനി ഒന്നാമതെത്താനേ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. 1986-ൽ UDF-നെയും 2016-ൽ LDF-നെയും 3-ാം സ്ഥാനത്താക്കി. ഈ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം വളരെയേറെ പിന്തള്ളപ്പെടുമെന്നും താൻ ജയിക്കുക തന്നെ ചെയ്യുമെന്നും ഉറച്ച വിശ്വാസമുണ്ടെന്നും കുമ്മനം പറഞ്ഞു. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങൾ എന്റെ കാര്യവും നോക്കും എന്നായിരുന്നു കയ്യിൽ ആകെയുള്ള 512 രൂപയെക്കുറിച്ച് കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് തന്റെ പക്കൽ 512 രൂപ മാത്രമാണുള്ളതെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത്. കേരളത്തിൽ തൊഴിൽ ലഭിക്കാതെ ജനങ്ങൾ ഇതര നാടുകളിലേക്ക് ചേക്കേറുന്നത് കേരളത്തിൽ വികസനമില്ലാത്തതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രകൃതി വിഭവങ്ങൾ കൊള്ള ചെയ്യപ്പെടുന്നു, ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഇതിന്റെ തെളിവാണ്. രാഷ്ട്രീയ രംഗത്തെ കെടുകാര്യസ്ഥത, ദുർനടത്തിപ്പ്, ജീവനും സ്വത്തിനും സുരക്ഷിതയില്ലാത്ത സ്ഥിതി, ജലസുരക്ഷയില്ല, ഭക്ഷ്യസുരക്ഷയില്ല, കേരളത്തിൽ വിശ്വാസത്തിനും സുരക്ഷയില്ല. ഇവിടുത്തെ ആരാധനാലയങ്ങൾ ഭരിക്കുന്നത് വിശ്വാസികളല്ല. അപ്പോൾ എല്ലാത്തിന്റെയും വിമോചനം വേണം. പാരിസ്ഥിതിക വിമോചനം വേണം, മതസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം എന്നിവയും വേണം. ഈ നാടിനെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, ചൂഷണത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കണം. അതിനാണ് താൻ വോട്ട് ചോദിക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു. നരേന്ദ്രമോദി ഒരു പ്രതീകമാണെന്നും ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നയാളാണെന്നും കുമ്മനം പ്രശംസിച്ചു. 60 കൊല്ലം കൊണ്ട് കോൺഗ്രസിന് സാധിക്കാത്ത കാര്യങ്ങളാണ് മോദി 5 കൊല്ലം കൊണ്ട് സാധിച്ചു തെളിയിച്ചത്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ വൻ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് നരേന്ദ്രമോദി. അതിനാലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.